നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഇത്രയും നാള് സമയാസമയം ഭക്ഷണവും മരുന്നും എടുത്തു തന്നത് ഡാഡിയെ ജീവന് തുല്യം സ്നേഹിച്ചിരുന്ന മകള് നിങ്ങളൊരു പുഴുവിനെ പോലെ കിടന്ന് ചാവുന്നത് കണ്ടു എന്ന് സന്തോഷിക്കും. അതിനുള്ള കളി ഞാൻ കളിക്കും. ഓടാ കൂളെങ്കിൽ കൂൾ. ഇത്രയും ആവേശമൊന്നും വേണ്ട. നടക്കാൻ പോകുന്ന കാര്യം ഞാൻ പറഞ്ഞത്. ഒന്നും നടക്കില്ലടാ. നീയും നിന്റെ മമ്മയും ആഗ്രഹിക്കുന്നതൊന്നും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കൊട്ടേഷൻ സംഘത്തെ അയക്കാനാണോ? ആണെങ്കിൽ അതിനുള്ള മറുപടി ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. ഇനി എനിക്കെതിരെ ഏതെങ്കിലും ഒരുത്തൻ വിരൽ ഞൊടിച്ചാൽ വീട്ടിൽ കയറി പൊട്ടിക്കും പിള്ളേര്. സാറേ സ്പോട്ടിലെത്തിയോ? വേണ്ടത് എന്താന്ന് വെച്ചാൽ ചെയ്തോ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ശരി. എനിക്കൊരു ഇത്തിരി പണിയുണ്ട്. നമുക്ക് വിശദമായിട്ട് വേറൊരു ദിവസം സംസാരിക്കാം. അപ്പൊ ശരി, കോട്ടസ്വാമി. ആ, ഞാൻ ദേ കാറിന്റെ അടുത്തേക്ക് നടക്കുക. പെട്ടെന്ന് എത്തിക്കോളും. ആ ശരി, ഞാൻ വിളിക്കാം. ഇതാരിത്? സ്വർഗത്തു നിന്ന് ഇറങ്ങി വന്ന ദേവതയോ? അല്ലടാ, ഇതേതോ സിനിമാ നടിയാ. ഓ, ആണോ സിനിമാ നടി? ഏത് സിനിമയിലാ ഇപ്പൊ അഭിനയിച്ചിട്ട് വന്നേ? ആരാ നിങ്ങള്? മാറി, എനിക്ക് പോണം. മേഡം ഞങ്ങളെ ഓർക്കുന്നില്ലേ? മേഡവും സാറും കൂടി ലല്ലലം പാടി പോകുമ്പോ ഒരു ദിവസം ഞങ്ങള് വട്ടം വെച്ചായിരുന്നു. മാറടാ അങ്ങോട്ട്. അങ്ങനെ അങ്ങ് പോയാലോ? ഞങ്ങളൊന്ന് വിസ്തരിച്ച് കാണട്ടെ. ഇമാതിരി സൗന്ദര്യമൊക്കെ കൺകുളിർക്കെ കാണാതെ വിട്ടുകളയരുതെന്നാ. അന്ന് കെട്ടിയും കൂടെ ഉണ്ടായിരുന്നോണ്ടേ അതിന് പറ്റിയില്ല. തല്ലി ചേച്ചി, ഈ കൈ കൊണ്ടൊരു തല്ല് കിട്ടുന്നത് പോലും രോമാഞ്ചമാ. നിങ്ങൾ മാറുന്നു അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? കേട്ടോടാ, ചേച്ചി പോലീസിനെ വിളിക്കുമെന്ന്. എങ്കിൽ വിളിക്കുക ചേച്ചി. പോലീസും കൂടെ വരട്ടെന്നേ. അവരും കൂടെ ചേച്ചി ഒന്ന് കാണട്ടെ. നിങ്ങൾക്കറിയില്ല ഞാൻ ആരാന്ന്. അത് കളയാച്ചി. ചേച്ചി വലിയ കൊമ്പത്തെ ആൾക്കാരായിരിക്കും. ആരാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ച് പെണ്ണ് പെണ്ണ് തന്നെയാ. ഞങ്ങളെ ഒന്ന് ഗൗനിച്ചിട്ട് പോയാ മതി. തൊട്ടു പോരെ തന്നെ. തൊട്ടത് എന്തേടി? ഞങ്ങളെ ഗൗനിച്ചിട്ട് നീ പോയാ മതിയെന്ന് പറഞ്ഞില്ലേ? ചേട്ടോ, ഞങ്ങൾ ഗൗനിച്ചാ മതിയാ? നീ ഏതാടാ? ഞാനോ? ഞാനേ ഇല്ലെങ്കിൽ ഒന്നിനെ വെച്ചേക്കത്തില്ല. അല്ല
മാഡം പൊക്കിയോ. ഇവന്മാരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. താങ്ക്സ്. താങ്ക്സ് ഒന്നും വേണ്ട മാഡം. ആ സാറേ, പ്രശ്നമൊന്നുമില്ല. മാഡം സേഫ് ആയിട്ട് പോന്നിട്ടുണ്ട്. ഒരകലായിട്ട് ഞങ്ങളും പിന്നാലെ ഉണ്ടാവും. സാറ് ധൈര്യമായിട്ടിരിക്കും. നിനക്കെന്തെങ്കിലും മനസ്സറിയുണ്ടോ ഇതിൽ? അക്ഷരയെ വഴിയിൽ തടഞ്ഞു നിർത്തി ഉപദ്രവിക്കാൻ ശ്രമിച്ചതിൽ നിനക്കോ നിന്റെ മോനോ എന്തെങ്കിലും പങ്കുണ്ടോന്ന്? ഞാനോ എന്റെ മോനോ ആണെങ്കിലേ വഴിയിൽ തടഞ്ഞു നിർത്തി വെറുതെ വിടത്തില്ല, ആക്രമിക്കുക തന്നെ ചെയ്യും. പിന്നെ നിങ്ങളെപ്പോലെ നെറുകെട്ട അത്തരം പണികള് ഞങ്ങൾ ഇതുവരെ തുടങ്ങിയിട്ടില്ല. എന്റെ മോനെ നിങ്ങൾ നട്ടപ്പാതിരയ്ക്ക് റോഡിലിട്ട് വെട്ടിയില്ലേ, ഞങ്ങൾ അത്ര അധപ്പതിച്ചിട്ടില്ല. മാഡം എന്തൊക്കെയായി പറയുന്നത്? നീ മിണ്ടരുത്. നീ ആരാ എന്നോട് സംസാരിക്കാൻ? യജമാന ഭക്തിയും കൂറും ഒക്കെ ഇങ്ങോട്ട് കാണിച്ചാ മതി. ആ, എന്റെ മോന് ചില ഊഹങ്ങളുണ്ട് നിന്നെപ്പറ്റി. നീ നോക്കിക്കോ, നിന്നെ മിക്കവാറും മുണ്ടനം ചെയ്ത് കാവി ഉടുപ്പിച്ച് യഥാർത്ഥ സ്വാമി ആക്കും അവൻ. നിരഞ്ജൻ വിളിച്ചിരുന്നു. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഒറ്റയ്ക്കുള്ള യാത്രകൾ വേണ്ടെന്ന്. അതിനിപ്പോ എന്തു പറ്റി? എനിക്കൊന്നും സംഭവിച്ചില്ലല്ലോ. സംഭവിച്ചിരുന്നെങ്കിലോ? അങ്ങനെയൊക്കെ ചിന്തിച്ചാ ജീവിക്കാൻ പറ്റുമോ? തിരിച്ചു വരുന്ന വഴി രണ്ടുപേരെന്നെ തടഞ്ഞു നിർത്തി അപമര്യാദയായി പെരുമാറാൻ ശ്രമിച്ചു. അവർക്ക് കിട്ടേണ്ടത് കിട്ടി, അല്ല കൊടുക്കേണ്ടത് കൊടുത്തു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. ആര്? പരുന്ത്. പിന്നെ പരുന്തിന്റെ കൂടെയുള്ള വേലുവണ്ണൻ എന്ന വേലായുധൻ, പിന്നെ ജമാലും. ചവിട്ടി കൂട്ടി ഇട്ടിട്ടുണ്ട് വന്നവരെ. ഓഹോ, അപ്പൊ അവന്മാരെങ്ങനെ അറിഞ്ഞു നീ പോയ വിവരം? അത് അവരോട് പോയി ചോദിക്കണം. നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു സ്വാമി കൂടെ വരുമെന്ന്? അതിന്റെ മറുപടി ഞാൻ അപ്പൊ തന്നെ പറഞ്ഞായിരുന്നല്ലോ. സാറൊന്ന് ആലോചിച്ചു നോക്ക്. ഇത് അവന്മാരുടെ അടവാ. പാവം നിരഞ്ജൻ സാറിനെ അക്ഷര മേഡത്തിനൊക്കെ കയ്യിലെടുക്കാൻ അവന്മാര് തന്നെ ആളയച്ച് അക്ഷര മേഡത്തിനെയൊക്കെ ഭയപ്പെടുത്തുന്നു. എന്നിട്ട് കൃത്യസമയത്ത് അവര് രക്ഷകന്മാരായിട്ട് വരുന്നു. അവർക്ക് വീണ്ടും നിരഞ്ജൻ സാറിനോട് ഒട്ടി നിൽക്കാൻ ഒരു കാരണമായില്ലേ? സാർ എഴുതി വെച്ചോ, ഇത് വലിയ അപകടത്തിലേക്ക് പോകും. എല്ലാ കാലവും സാറിന്റെ കൂടെ നിന്നിട്ടുള്ള ആളാ ഞാൻ. പക്ഷെ നാളെ എനിക്കും എന്തെങ്കിലും അപകടം വരുമോ എന്നുള്ള പേടിയില്ല ഞാൻ. സാറൊന്ന് സൂക്ഷിച്ചോ.